നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നാവികസേനാ താവളത്തിൽ തീവ്രവാദി ആക്രമണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. ഓട്ടോമാറ്റിക് ആയുധങ്ങളും ഗ്രനേഡുകളും എത്തിയ ഭീകരർ ബലൂചിസ്ഥാനിലെ തുർബത്തിലെ PNS സിദ്ദിഖി നേവൽ ബേസാണ് ആക്രമിച്ചത്. 4 ഭീകരരെ വധിച്ചതായും പാക് സുരക്ഷാ സേന അവകാശപ്പെട്ടു. ഏറ്റുമുട്ടലിൽ പാക് സുരക്ഷാ സേനയ്ക്ക് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഭീകരർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശം വളയുകയും പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തു. നാവിക താവളത്തിൽ ചൈനീസ് ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ 6 ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 4 പേർ കൊല്ലപ്പെടുകയും 2 പേർ രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ്സ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചൈന പാക് സാമ്പത്തിക ഇടനാഴി പദ്ധതിക്ക് പ്രധാനമായ ഗ്വാദർ തുറമുഖത്താണ് P സിദ്ദിഖി നാവിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ബലൂചിസ്ഥാനിലെ ചൈനയുടെ നിക്ഷേപത്തെ മജീദ് ബ്രിഗേഡ് എതിർത്തിരുന്നു. ചൈനയും പാകിസ്ഥാനും മേഖലയിലെ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് അവർ വാദിക്കുന്ന വാദം. മജീദ് ബ്രിഗേഡ് ഈ ആഴ്ച നടത്തുന്ന 2ാമത്തെ ആക്രമണവും ഈ വർഷം നടത്തുന്ന 3ാമത്തെ ആക്രമണവുമാണ് ഇത്. എന്തായാലും നിലവിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഈ ആഴ്ച തന്നെ നടത്തുന്നതിന് മുൻപും സൈനികരടക്കം പാകിസ്ഥാൻ സൈനികരടക്കമുള്ളവർ മരണപ്പെടുന്ന സാഹചര്യം, ഭീകരരടക്കം മരണപ്പെടുന്ന സാഹചര്യം ഒക്കെ ഇതിനു മുൻപും പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു. എന്തായാലും മജീദ് ബ്രിഗേഡ് ഈ ആഴ്ച നടത്തുന്ന 2ാമത്തെ ആക്രമണം കൂടിയാണ് ഇത്. ഈ വർഷത്തിൽ തന്നെ നടത്തുന്ന 3ാമത്തെ ആക്രമണമാണ് ഇത് നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വ്യാപകമായി തന്നെ ഉള്ള ഒരു ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അതിനെ പൂർണ്ണമായും തച്ചുടയ്ക്കുക, അത് മാത്രമാണ് ലക്ഷ്യമെന്നാണ് പ്രധാനമായും അവർ കരുതുന്നത്. എന്തായാലും അതിനെതിരെ ഏതെല്ലാം വഴി സ്വീകരിക്കാൻ കഴിയുമോ, ഏതെല്ലാം വഴിയിലൂടെ ആക്രമണം കടുപ്പിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാവുകയാണ് ഇവിടെ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.